ഈ ഫ്ലൈസ് ഇണ ചേർന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇവർ ചത്തുപോകും. അത്രയുള്ള ഒരു ആയുസ് 7 ദിവസത്തിനുള്ളിലായിട്ട് ഇവർ ചത്തുപോകും. അപ്പോൾ അതിനിടയ്ക്ക് ഇവർ ഭക്ഷിക്കില്ല, വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ആ വലക്കുള്ളിൽ ഒരുക്കി കൊടുക്കുക, കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണം. പിന്നെ അവർക്ക് ഇരിക്കാനുള്ള ഈ മരങ്ങളൊക്കെ ചെറിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പച്ച ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മെയ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ നല്ല വെളിച്ചം വേണം. അതിന് ലൗക്കേജ് എന്നാണ് പറയുക. ഈ വല, ഈ നമ്മുടെ കൊടുക്കുന്ന കൊതുകുവല എന്ന് പറയുന്നത് ലൗക്കേജ് എന്നാണ് പറയുക. അപ്പോൾ ഈ ലൗക്കേജിൻ്റെ അകത്ത് നല്ല വെളിച്ചം വേണം. വെളിച്ചമുണ്ടെങ്കിലാണ് പെട്ടെന്ന് അവർക്ക് കാണാനും അവർക്ക് മെയ്റ്റ് ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള പുഴുക്കളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ തീറ്റ ചെലവ് എന്നുള്ളതിൽ നിന്ന് മറികടക്കാൻ സാധിക്കും. ഈ കോഴികൾക്കും മത്സ്യങ്ങൾക്കൊക്കെ ഉള്ള തീറ്റയ്ക്ക് നമുക്ക് ഇവരെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കർഷകർക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ കഴിയുന്ന ആൾക്കാർ ഇതുപോലുള്ള കൃഷി രീതികളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈസിനെ കൈവിടാതെ ചേർത്ത് നിർത്തുക.